സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ വൈക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവർഷ സ്നേഹസംഗമം വൈക്കം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ എസ് സുഖേഷ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതുകൂടാതെ വടക്ക് പുറത്ത് പാടുന്ന 12 വർഷത്തേക്ക് വ്യക്തികളുണ്ടാകുന്ന ഒരു പക്ഷം അതും കുഴപ്പമില്ലാതെ ചെയ്യാൻ സാധിച്ചു. ഇതിനെ കൂടുതൽ ഇതേ പരിപാടിയിലേക്ക് വിളിച്ച് കഴിഞ്ഞ വർഷവും ഇതേ ദിവസവും ഉണ്ടായിരുന്നു എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തന്നെ ഈ പരിപാടിയിൽ ഉദ്ഘാടനത്തിനായിട്ട് വിഷയിക്കുകയും ചെയ്തത്. അതിന് ഇതിന്റെ സംഘാടകരോട് എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹ സ്മാരക മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ അക്കരപ്പാടം അധ്യക്ഷത വഹിച്ചു. അതിന് നഗരസഭയിൽ ഞാൻ 22 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. തീർച്ചയായും വയോജനങ്ങൾക്ക് ആദ്യമായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വൈക്കത്ത് പ്രഖ്യാപിച്ചതും നടപ്പാക്കിയതും ഞാൻ വൈസ് ചെയർമാനായി വന്ന ആദ്യ സമയത്ത്. ആ സമയത്താണ് വയോജനങ്ങളെയും പ്രായം ചെന്ന ആളുകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ പദ്ധതി നടപ്പാക്കുകയും അതിന് വേണ്ട പണം വയ്ക്കുകയും ഇന്നത് വൈക്കം നഗരത്തിലെ വിവിധ വാർഡുകളിൽ 100 കണക്കിന് ആളുകൾക്കത് പ്രയോജനകരമായി പ്രവർത്തിക്കുന്നു. വൃദ്ധജന സംരക്ഷണത്തിനായി സർക്കാർ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കണമെന്ന് ശ്രീ രാജൻ അക്കരപ്പാടം ആവശ്യപ്പെട്ടു. വൃദ്ധജനങ്ങൾക്കായി സർക്കാർ കമ്മീഷനെ നിയമിക്കണമെന്നും ആവശ്യം ഉയർന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ അബ്ദുൾ സലാം റാവുത്തർ, നഗരസഭാംഗം ഗീതാ പുരുഷൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ KS കുമാരി, താലൂക്ക് സെക്രട്ടറി ശ്രീ CT കുര്യാക്കോസ്, കവി മീരാബെൻ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ശശികുമാർ, കവി അരവിന്ദൻ KS മംഗലം, പ്രൊഫസർ ES രമേശൻ, മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PK ഹരിദാസ്, വനിതാ വിഭാഗം താലൂക്ക് ചെയർപേഴ്സൺ ഗിരിജാദേവി, കർഷകരത്ന അവാർഡ് ജേതാവ് ജോസഫ് മങ്കാട്ടെപ്പറമ്പിൽ, നോവലിസ്റ്റ് രവിശങ്കർ, P സോമൻപിള്ള, താലൂക്ക് ട്രഷറർ KC ധനപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോകം മുഴുവൻ പുതുവത്സരത്തെ എതിരേൽക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈ നിമിഷങ്ങൾ വൈദ്യുതി നമ്മളും വയോജനങ്ങളായിട്ടുള്ള നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഈ വേദിയിൽ വയോജനങ്ങളായ ഈ സംഘടനയുടെ കീഴിൽ പുതുവത്സരം ആഘോഷിക്കാൻ ഈ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഒത്തുചേർന്നിരിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് ശ്രദ്ധ, സഹായം, ആശ്വാസം, സമാധാനം ഇതെല്ലാം ഉറപ്പുവരുത്തുവാൻ ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെയും നമ്മുടെ ഓരോ പ്രവർത്തകരുടെയും ലക്ഷ്യം. വിഷൻ ന്യൂസ് വൈക്കം.